ബ്രെയിനിനെയും ഞരമ്പുകളെയും ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും ഭക്ഷണത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? നെർവ് കോശങ്ങളെ, അതായത് ബ്രെയിനിനെയും ഞരമ്പുകളെയും ബാധിക്കുന്ന രോഗങ്ങളെയും ഭക്ഷണവുമായി എന്താണ് ബന്ധം? നെർവ് കോശങ്ങളുടെ പ്രവർത്തനത്തിലെ അപാകതകളും ബലക്ഷയവുമാണ് ഇന്ന് കാണുന്ന പല രോഗങ്ങൾക്കും കാരണം. മാനസിക രോഗങ്ങൾ, ഓർമ്മക്കുറവ്, ബലക്കുറവ്, ബാലൻസ് കുറവ്, സെൻസേഷൻ കുറവ്, കേൾവിക്കുറവ്, രുചിക്കുറവ്, എപ്പിലെപ്സി, പാർക്കിൻസൺസ് ഡിസീസ് അഥവാ വിറയൽ രോഗം, അൽഷിമേഴ്സ് ഡിസീസ് തുടങ്ങിയൊക്കെ കാരണം നെർവ് കോശങ്ങളുടെ ആരോഗ്യക്കുറവാണ്. നെർവ് കോശങ്ങളെ ബലപ്പെടുത്താനും ആരോഗ്യം സംരക്ഷിക്കാനും എന്ത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഈ ബ്രെയിനിനെയും നെർവിനെയും ബാധിക്കുന്ന രോഗങ്ങൾക്ക് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് വരുമ്പം നമുക്ക് ബേസിക്കലി അറിയാം. നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങൾ വെച്ച്. അപ്പം ബ്രെയിനിൻ്റെ ഘടനയെക്കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ഭക്ഷണമാണ് അതിന് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി നമ്മളുടെ ബോഡിയുടെ ബ്രെയിനിൻ്റെ ഒരു വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ 1.3 kg, 1.3 to 1.5 kg ആണ് ഒരു അഡൾട്ടിലെ ബ്രെയിനിൻ്റെ സൈസ് വരുന്നത്. അതിൽ നമുക്കറിയാം സെറിബ്രമാണ് മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓട്ടോഇമ്മ്യൂൺ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സെറിബെല്ലം ഉണ്ട്. പിന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈനൽ കോഡുണ്ട്. പിന്നെ നമ്മളുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സ്, അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഡയറക്റ്റ്ലി ഇറങ്ങി വരുന്ന നമ്മളുടെ സ്കള്ളിനകത്തുനിന്ന്, അതായത് തലയോട്ടിക്കകത്തുനിന്ന് നേരിട്ട് വരുന്ന ഒരു 12 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. 12 പേഴ്സ്, 2 സൈഡിലും 12 വെച്ചുണ്ട്. പിന്നെ സ്പൈനൽ കോഡിൽ ഒരു 31 പെയർ ഓഫ് അതാണ്. അപ്പോൾ 2 സൈഡിലേക്കും ഓരോന്ന് പോകും. അതാണ് നമ്മുടെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പം ഈ നെർവ്സും ഈ ബ്രെയിനിനെയും ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനകത്ത് ബേസിക് ഘടകം എന്ന് പറയുന്നത് ന്യൂറോൺസാണ്. ഈ ന്യൂറോൺസിന് അതിൻ്റെ ഒരു മൈക്രോ അനാറ്റമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ നമ്മുടെ ബ്രെയിനിനെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് ബേസിക്കലി അതിന് നെർവ് സെൽസ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അതിനെ പ്രൊട്ടക്റ്റീവ് ചെയ്യാനുള്ള കുറച്ച് സെൽസ് ഉണ്ട്. കുറച്ചല്ല, ശരിക്കും പറഞ്ഞാൽ 80% ഗ്ലയൽ സെൽസാണ്, 20% ഉള്ളു നെർവ് സെൽസ്. അപ്പോൾ ഒരു നെർവ് സെല്ലെന്ന് പറയുമ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ചുറ്റി അതിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടും കൂടെ വരും. ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിനകത്ത് ഈ ലിംഫ് നോഡ്സോ അങ്ങനത്തെ ഒന്നുമില്ല. ഈ ബ്ലഡിലുള്ളതും പിന്നെ ഈ ഗ്ലയൽ സെൽസുമാണ് ബ്രെയിനിനെ, ന്യൂറോൺസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ അത് നമ്മുടെ ഒരു അനാറ്റമിക്കൽ പാർട്ട്, മാക്രോ ഞാൻ പറഞ്ഞു, പിന്നെ മൈക്രോ അനാറ്റമി പറഞ്ഞു. പിന്നെ മോളിക്കുലർ അനാറ്റമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ഈ ഓരോ സെല്ലിനെ എന്താണ്, നമ്മളെ എന്ത് കൊച്ചിട്ടാണ് നമ്മൾ പറയുമല്ലോ, നമ്മുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അതിനകത്ത് ഭക്ഷണത്തിലാണെങ്കിൽ ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പം ബേസിക്കലി നമ്മുടെ ജനറലി നമ്മളുടെ ബോഡി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് വാട്ടറാണ്. ഏകദേശം 65 to 70% വാട്ടറാണ് വരുന്നത്. അതുകൂടാതെ നമ്മുടെ മൊത്തത്തിൽ ബോഡിയിലെ മേജർ പാർട്ട് വരുന്നത്, പിന്നെയുള്ളത് പ്രോട്ടീനാണ് ശരിക്കും, പിന്നെയാണ് ഫാറ്റ് വരുന്നത്, പിന്നെ മിനറൽസും ആണ് വരുന്നത്. പക്ഷെ ഈ ബ്രെയിനിൻ്റെ അല്ല നെർവ്സ് ടിഷ്യൂൻ്റെ കാര്യം എടുക്കുമ്പം അതിൽ ഏറ്റവും മേജർ ഘടകം എന്ന് പറഞ്ഞാൽ 60% ഫാറ്റാണ്. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഉള്ളതിൽ ഏറ്റവും മേജറായിട്ട് വരുന്ന വെള്ളമാണ്. പ്രോട്ടീനൊക്കെ വളരെ നിസ്സാര എമൗണ്ടേ വരുന്നുള്ളൂ. മിനറൽസ് ആണെങ്കിലും വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഹോൾ ബോഡിയുടെ എടുക്കവും ബ്രെയിനും തമ്മിലുള്ള വ്യത്യാസം. ബ്രെയിനിനെ ഉണ്ടാക്കിയിരിക്കുന്ന മെയിൻലി ഫാറ്റ് ആണ്. അതിനകത്ത് ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ഘടകമായിട്ട് വരുന്ന ഫാറ്റാണെന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ ഫാറ്റിൽ തന്നെ omega-3 വിഭാഗത്തിൽപ്പെട്ട ഫാറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ തന്നെ DHA എന്ന് പറയുന്ന ഒരു 40%, 35% omega-3 ആണ്. അതിൽ തന്നെ 40% DHA എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവലിലുള്ള ഫാറ്റി ആസിഡാണ് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയാലേ നമുക്ക് അതുള്ള ഫുഡൊക്കെ കഴിച്ചാലല്ലേ നമുക്ക് ബ്രെയിനിനെയും നെർവ്സിൻ്റെയും രോഗത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിലേക്ക് നോക്കുമ്പോൾ
നമ്മൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഫാറ്റാണ്. അതിൽ ഒമേഗ 3യും 6ഉം 9ഉം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉള്ളത് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ കുറേശ്ശെയാണ് വേണ്ടത്. ഓക്സിജനും വെള്ളവും വേണം ഡെഫിനറ്റ്ലി. പിന്നെ നമ്മളുടെ തന്നെ ഫങ്ഷനിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പിന്നെ ബ്രെയിൻ സെൽസിന് ഉപയോഗിക്കുന്ന കീറ്റോൺ ബോഡീസാണ്. 2 രീതിയിലും ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും. ചില രോഗങ്ങൾക്കായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് കുറച്ച് കീറ്റോൺ ബോഡി ബ്രെയിനിനെ കൊണ്ട് ഉപയോഗിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം കാർബോഹൈഡ്രേറ്റിൽ പക്ഷെ നമുക്ക് ബേസിക്കലി നമ്മൾ ഗ്ലൂക്കോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കീറ്റോൺ ബോഡിയൊക്കെ നമ്മുടെ ബ്രെയിനിന് എനർജി ഉപയോഗത്തിന് വരണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമ്മൾ ഷുഗർ താന്നു പോയി തലകറക്കം വരുന്ന ബോധക്ഷയമൊക്കെ വരുമല്ലോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബോഡിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ടൈം കിട്ടില്ല. അപ്പോൾ അത് ഈവൻ മരണത്തിന് വരെ കാരണമാകാം ഈ ഗ്ലൂക്കോസ് കുറഞ്ഞു പോയാൽ. സെൽസിനെ ഉണ്ടാക്കാനായിട്ട്, അതായത് ബ്രെയിൻ സെൽസിനെ ഉണ്ടാക്കാനായിട്ട് അല്ല അതിൻ്റെ ആക്ടിവിറ്റി ഏറ്റവും ഉത്തമമായിട്ട് നിലനിർത്തണമെങ്കിൽ ഒമേഗ 3യും 6ഉം 9ഉം ആണ് അതിൻ്റെ സെൽ മെംബ്രെയിനായിട്ട് വരുന്നത്. പ്രോട്ടീൻ അതിനകത്തൊക്കെ കുറച്ച് മസിലിനാണ് ശരിക്കും ബോഡിയിൽ പ്രോട്ടീൻ വേണ്ടി വരുന്നത്. ബ്രെയിനിനകത്ത് നമുക്ക് മസിലില്ലല്ലോ, സോ അധികം പ്രോട്ടീൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ നെർവ് കണ്ടക്ഷൻ, അപ്പം നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ടിപ്പിലേക്കോ കൈയുടെ ടിപ്പിലേക്കൊക്കെ ഇതിന് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടാണല്ലോ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ് പോകുന്നത്. അതിനൊരു സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ബ്രെയിൻ സെൽസിൻ്റെ ഇൻറ്റിഗ്രിറ്റിയെ നിലനിർത്തുന്നതും അതുപോലെ തന്നെ ഈ മെസ്സേജസ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റായിട്ട് അതുപോലെ ക്ലോറൈഡുമാണ് നമുക്ക് ഈ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കീറ്റോൺ ബോഡിയും വേണം. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസറ്റൈൽ കോളിൻ എന്ന് പറയും. അതാണ് കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ബ്രെയിനിൽ. അതായത് ഒരു നെർവ് സെല്ലിൽ നിന്ന് വേറൊരു നെർവ് സെല്ലിലേക്ക് മെസ്സേജ് കൊടുക്കുന്നതും അതുപോലെ ഒരു നെർവ് സെല്ലിൽ നിന്ന് മസിലിലേക്ക് മെസ്സേജ് കൊടുക്കുന്നതൊക്കെ മെസ്സഞ്ചേഴ്സ് പോലെ കുറച്ച് അതിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതലുള്ളത് കോളിൻ എന്ന് പറയും, അസറ്റൈൽ കോളിൻ എന്ന് പറയും. ഈ അസറ്റൈൽ കോളിനെ ഉണ്ടാക്കാനായിട്ട് കോളിൻ എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ വേണം. അത് റീസെൻ്റ്ലിയാണ് അതിനൊരു വൈറ്റമിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമുക്കറിയില്ലായിരുന്നു. നമ്മൾ വൈറ്റമിൻ എ, B1, B2, B6, BCD ഒക്കെ പറയുമ്പോഴും നമ്മൾ ഈ കോളിൻ്റെ കാര്യം നേരത്തെ അറിയത്തില്ലാത്തതുകൊണ്ട് അതൊന്നും സാധാരണ ഇൻക്ലൂഡഡ് അല്ല. അതൊക്കെ ഒരു റീസെൻറ്റ് ഡെവലപ്മെൻറ്റിലാണ് വരുന്നത്. അപ്പം ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ബ്രെയിനിൻ്റെ ഫങ്ഷൻ നിലനിർത്താനും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വൈറ്റമിനാണ് കോളിൻ. അപ്പോൾ അത് സാധാരണ നല്ല ഇതുവരെ ഒന്നും ഇവിടെ നമ്മൾ അവൈലബിൾ തന്നെ ആയിരുന്നില്ല ഒരു സപ്ലിമെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് അതൊക്കെ അവൈലബിളായി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങളുള്ളവർ, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ആവാം, അല്ലെങ്കിൽ ന്യൂറോപ്പതി പോലെയുള്ളതാവാം. അപ്പം അതിൽ ഇപ്പം ന്യൂറോപ്പതി ആണെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ആണെങ്കിൽ ഡയബറ്റീസും കൂടെ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ നെർവ്സിൻ്റെ ഡിസോർഡേഴ്സിൽ മാത്രം എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നെർവിനെ നമ്മൾ റിപ്പയർ ചെയ്യാൻ, നെർവിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ ഒമേഗ 3-6 റേഷ്യോ 1:1 ആക്കുക എന്നുള്ളതാണ്. ഒമേഗ 3യും ഒമേഗ 6ഉം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷനും എല്ലാത്തിനും ഒരു ബാലൻസ് വരുന്നത്. നമ്മളുടെ ഈ ഓരോ നെർവ് സെല്ലിൻ്റെയും സെൽ മെംബ്രെയിനിൽ നിന്നുള്ള ഒമേഗ 3യും 6ഉം ആണ് അത് മെസ്സഞ്ചേഴ്സായിട്ട് നെർവ് സെല്ലിലെ ന്യൂക്ലിയസിൽ പോയി മെസ്സേജ് കൊടുക്കുന്നത്, ഇങ്ങനെ ബിഹേവ് ചെയ്യാനൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ നെർവ് കണ്ടക്ഷന് വേണ്ടി വരുന്നതാണെങ്കിൽ സോഡിയം പൊട്ടാസ്യം ആണ്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം ബാലൻസ് 1:3 ആണ് ഐഡിയലി, ഓർ 1:4. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കുറച്ചൊരു കോൺട്രവേഴ്സി ഉണ്ട്. 1:BP ഒക്കെ ഉള്ള പേഷ്യൻസിന് ഇപ്പോൾ സോഡിയം പൊട്ടാസ്യം ബാലൻസ് 1:4 ആക്കുക എന്നുള്ളതാണ് അമേരിക്കൻ NHS ഒക്കെ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇത് വന്നിരിക്കുന്നത്. നമ്മളുടെ ICMR ആണെങ്കിലും പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടിയേക്കുവാണ് നമ്മൾ ഐഡിയൽ ഫോർ ദ ഇന്ത്യൻസിൻ്റെ കൊടുക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഒമേഗ 3-6 ബാലൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫുഡിൽ 1:1 ആക്കുക എന്നുള്ളത് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഐഡിയലി അതാണ് വേണ്ടത്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫുഡ് റെഡിയാക്കുമ്പോഴാണ് നമ്മൾ ഈ 1:1 ബാലൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്.
നാച്ചുറൽ ഫുഡിൽ ഇത് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ omega-3 വളരെ കുറവും omega-6 വെരി ഹൈയുമാണ്. അപ്പം അമേരിക്കയിലൊക്കെ നടത്തിയിരിക്കുന്ന പല സ്റ്റഡീസും കാണിക്കുന്നത് അവിടെ പലരുടെയും ഫുഡിനകത്ത് 1:40 ഒക്കെ, അതായത് ഒരു 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 ഗ്രാം omega-3 വരുമ്പോൾ 40 ആണ് omega-6 വരുന്നത്. അപ്പോൾ നമ്മുടെ ഹോൾ ബാലൻസ് തെറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്ന ഈ omega-3-6 ബാലൻസ് തെറ്റുന്നതും അതുപോലെ തന്നെ സോഡിയം പൊട്ടാസ്യം ബാലൻസ്. നമുക്കറിയാമല്ലോ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഇങ്ങനെ കൂടി വരികയാണ്. ബേസിക്കലി ഈവൻ കൊച്ചു പിള്ളേരിലും വലിയ ആൾക്കാരിലും എല്ലാം സൈക്യാട്രിക് ഡിസോർഡേഴ്സ് കൂടുന്നതിൻ്റെ ഒരു മേജർ കാര്യമായിട്ട് പറയുന്നതും ഈ സോഡിയം പൊട്ടാസ്യം, ഇറിറ്റബിലിറ്റി, ഈവൻ പ്രഷർ. നമുക്ക് ബേസിക്കലി നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞാലും ടെൻഷൻ, ബ്ലഡ് വെസൽസിൻ്റെ ടെൻഷൻ കൂടുന്നതാണല്ലോ പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ജനറലി ഉള്ള നെർവ്സിൻ്റെ ടെൻഷൻ കൂടുന്നതാണ് നമ്മുടെ ഈ സ്ട്രെസ് എന്നും പിരിമുറുക്കം എന്നും അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ ബേസ് അതാണ് കിടക്കുന്നത്. അപ്പം സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഈ അതുപോലെ തന്നെ നമ്മൾ ഈ നെർവ്സിനെ കുറിച്ച് പറയുമ്പം ഈ ഓഡിറ്ററി, ചെവിയുടെ സംബന്ധമായിട്ട് ഇത് ഇപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡൊക്കെ വെക്കേണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നെർവ്സ്, ഹിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നെർവ്സിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ നെർവ് സെൽസിൻ്റെ എൻഡിങ് ഒക്കെ ഇരിക്കുന്നത് കോക്ലിയ എന്നൊക്കെ പറഞ്ഞ് അതിനെ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, വെസ്റ്റിബ്യൂൾ, കോക്ലിയൊക്കെ ഇന്നർ ഇയർ വരും. അതിനകത്ത് വരുന്ന ഡാമേജാണ് ഒന്ന് ഹിയറിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നത്, അതുപോലെ തലകറക്കം പോലെയുള്ളത് വരുന്നതും, അതുപോലെ ചെവിക്കകത്തിരുന്ന് മൂളക്കം പോലെയുള്ളത് വരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം കാരണം ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ്, അതായത് നമ്മുടെ നെർവ് സെല്ലിനുള്ളിൽ പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു സെല്ലിനകത്തെ കൺസ്റ്റിറ്റ്യുവൻസി സോഡിയം പൊട്ടാസ്യം ബാലൻസാണ് ഈ നമ്മളുടെ ഈ കോക്ലിയയ്ക്ക് അകത്തൂടെ പോകുന്ന, നമുക്ക് പടം കണ്ടിട്ടാണ് ഒച്ച പോലെ ഇരിക്കുന്നതിന്, അതിനകത്തൂടെ ഒരു ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ കോമ്പോസിഷനും ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് അതിനകത്തേയും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. അതിൽ ചേഞ്ച് വന്നു കഴിയുമ്പോഴാണ് ഈ വെർട്ടിഗോ, ടിനിറ്റസ്, അതുപോലെ ഈവൻ അങ്ങനെ സെൽസിന് അതൊക്കെ വരികയും അതുപോലെ ആ സെല്ലിന് ആ കോമ്പോസിഷന് വേരിയേഷൻ കൊണ്ട് ഡാമേജ് വന്നു കഴിയുമ്പോഴാണ് ഹിയറിംഗ് ലോസ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ബ്രെയിനുമായിട്ട് അല്ലെങ്കിൽ നെർവുമായിട്ട് ന്യൂറോപ്പതിയോ സൈക്യാട്രിക് ഡിസോർഡേഴ്സോ അല്ലാത്ത ഇത്തരം രോഗങ്ങളിൽ എന്ത് തരം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും കേട്ടിട്ടാണ് കീറ്റോ ഡയറ്റ് എന്നും പറഞ്ഞൊരു, പലപ്പോഴും ഇപ്പോൾ ഒത്തിരി പേര് വെയിറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരിതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നുണ്ട് അൽഷിമേഴ്സ് ഡിസീസിനും പാർക്കിൻസൺസ് ഡിസീസിനും ഒക്കെ ഈ കീറ്റോ ഡയറ്റ് യൂസ്ഫുൾ ആണെന്ന്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കീറ്റോ ഡയറ്റ് ഡെവലപ്പ് ചെയ്തത് ഈ മെഡിക്കൽ സിസ്റ്റമൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആകുന്നതിന് മുമ്പ് എപ്പിലെപ്സിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് മരുന്നുകളൊന്നും ഇല്ലായിരുന്നു, ഈ ചുള്ളിദീനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കീറ്റോ ഡയറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കീറ്റോ ഡയറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്ലൂക്കോസ് ആണല്ലോ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന് പകരം കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഫാറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കീറ്റോൺ ബോഡീസ് വരും. അത് മെയിൻലി നമ്മൾ ബോഡിയിലാണെങ്കിൽ ലിവർ സെല്ലാണ് കീറ്റോൺ ബോഡീസിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ബ്രെയിനിൽ ഗ്ലയൽ സെൽസിനും കീറ്റോൺ ബോഡി, ഫാറ്റിനെ കോമ്പോസിഷൻ മാറ്റി കീറ്റോൺ ബോഡി ആക്കാം. ആ കീറ്റോൺ ബോഡിയെ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് നമ്മളൊരു ഫാസ്റ്റിംഗ് ഒക്കെ വരുമ്പം നമ്മൾ ഈ കീറ്റോൺ ബോഡീസ് ആയിരിക്കും നമ്മളുടെ എനർജി മെറ്റബോളിസത്തിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ റെജിമിൽ ബേസിക്കലി അതാണ്, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ഉപയോഗിച്ച് പോകും. അതിനാണ് നമ്മൾ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഐഡിയലി ഒരു കീറ്റോ ഡയറ്റ് എപ്പിലെപ്റ്റിക് പേഷ്യൻസിനോ വട്ടവർ ഏത് രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പം കീറ്റോ ഡയറ്റ് എടുക്കുമ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാറ്റ് ഓവർ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഫാറ്റിൻ്റെ അധികം ആവശ്യം വരുന്നില്ല. അവർക്ക് നമ്മളൊരു omega-3-6 ബാലൻസ്, omega-3യും 6ഉം 1:1 ഒരു ഐഡിയൽ കോമ്പോസിഷൻ ഓർ ഈവൻ omega-9 കൂടെ ആവാം. സാച്ചുറേറ്റഡ് ഫാറ്റും ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റും കൂടെ ഒഴിവാക്കണം. ഇപ്പം നമ്മൾ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ കീറ്റോ ഡയറ്റ് ഈ എപ്പിലെപ്സിക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പം നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങ എന്നുള്ള അതിലെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. തേങ്ങയും വെളിച്ചെണ്ണയ്ക്കകത്തു നിന്നുള്ള ഫാറ്റ്, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്.
ശരിക്കും ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കീറ്റോ ഡയറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നത് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ പഴയ കാലത്ത് ഈ എപ്പിലെപ്സിക്ക് വേണ്ടിയിട്ട് മെയിൻലി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കീറ്റോ ഡയറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ മരുന്നുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മരുന്നുകളിലേക്ക് പോയി. പക്ഷെ ചില പേഷ്യൻസിന് മരുന്നുകളൊന്നും എടുത്താലും പറ്റാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനായിട്ട് പിന്നെയും കീറ്റോ ഡയറ്റ് വന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഹോളിവുഡിലെ ഒരു ടോപ്പ് ആക്ടറിൻ്റെ കുഞ്ഞിന്, അത്ര കൊച്ചുകുട്ടിയല്ല, കുറച്ച് പ്രായമായ ഒരു 14 ഇയേഴ്സ് സംതിങ് ഉള്ള ഒരു കുഞ്ഞിന്, കുട്ടിക്ക് ഇങ്ങനെ എപ്പിലെപ്സി വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അതൊരു 1980s തോന്നുന്നു, അവർ ഈ വീണ്ടും അന്ന് ഈ കീറ്റോ ഡയറ്റൊക്കെ അവിടുത്തെ അമേരിക്കയിലുള്ള ആശുപത്രികളൊന്നും കൊടുക്കുന്നത് തന്നെ നിർത്തി. അവസാനം ജോൺ ഹോപ്കിൻസ് ഹോസ്പിറ്റലിൽ ഈ കീറ്റോ ഡയറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരവിടെ പോയി ഈ കുഞ്ഞിൻ്റെ മറ്റു, കാരണം മരുന്നുകളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടിന്യൂസ് ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. ഈ ഫിറ്റ്സ് കൺട്രോളായി. അത് കഴിഞ്ഞിട്ടൊരു സിനിമ എടുത്തു ഹോളിവുഡിൽ. ആ സിനിമ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ കീറ്റോ ഡയറ്റിന് ഇത്രയും പ്രസിദ്ധി വന്നത്. അപ്പോൾ അത് എപ്പിലെപ്സിക്ക് വേണ്ടിയായിരുന്നതിനും പിന്നെ അത് മൾട്ടിപ്പിൾ കാര്യങ്ങളിലേക്ക്, ഞാൻ ഈ പറഞ്ഞതുപോലെ വെയിറ്റ് കുറയ്ക്കാനും, അതുപോലെ അൽസിമേഴ്സ് ഡിസീസ്, ഇപ്പം അതൊക്കെ ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് പാർക്കിൻസൺസ് ഡിസീസിനൊക്കെ ഇത് നോക്കുന്നുണ്ട്. അപ്പോൾ ഐഡിയലി നമ്മൾ ഒരു കീറ്റോ ഡയറ്റ് ബ്രെയിനിന് വേണ്ടിയിട്ട് എടുക്കുമ്പം നമ്മൾ സാച്ചുറേറ്റഡ്, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ, മിക്കവാറും നമ്മളുടെ ഈ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഓവർ വെയിറ്റും കൂടെയാണ്, ബോഡിയിൽ ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് ഉണ്ടാകും. അപ്പം നമ്മുടെ ഈ omega-6 ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് കളയുകയും ചെയ്യണം. അതുപോലെ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും നമ്മളിപ്പുറത്തോടെ എല്ലാം നമ്മുടെ ഫുഡിനകത്തെല്ലാം ഇപ്പം ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, ആർട്ടിഫിഷ്യൽ ഗീയും ആർട്ടിഫിഷ്യൽ ഈ ബേക്ക്ഡ് ഐറ്റംസിലെല്ലാം ഒത്തിരി ആർട്ടിഫിഷ്യൽ ഗീ ഉണ്ടാവും, പേസ്ട്രി അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ മാറിയാൽ നമ്മുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ആ ബാലൻസ്, നെർവിൻ്റെ ആ കണ്ടക്ഷൻ, നെർവിൽ കൂടെ ആ സ്മൂത്തായിട്ട് ആ ഇലക്ട്രിക്കൽ ഫ്ലോയും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ഫാറ്റൊക്കെ മാറണം. അപ്പോൾ അങ്ങനെ വേണ്ടപ്പോൾ നമ്മൾ ഈ സാച്ചുറേറ്റഡ് ഫാറ്റും ഈ പ്രത്യേകിച്ച് ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഒക്കെ ഏറ്റവും കുറവുള്ളതും അതേ സമയത്ത് omega-369 കൂടുതലുള്ള ഒരു ഡയറ്റാണ് ഐഡിയലായിട്ടുള്ള ഇത് വരുന്നത്. പിന്നെ ഡയറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് വേണം എന്നുള്ളതാണ്. അപ്പം പല സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെയും കാരണം ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, റൈ ഇങ്ങനത്തെ സാധനങ്ങളിലുള്ള അതിനുള്ള പ്രോട്ടീനിനകത്ത് അടങ്ങിയിരിക്കുന്ന, അതിനകത്തെ ഒരു പ്രോട്ടീനാണെന്ന് പറയാം ഗ്ലൂട്ടൻ. ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന് ഡാമേജ് വരാം. അത് മാത്രമല്ല, അതിന് വേറെ കുറച്ച് നമ്മളുടെ ഇത്തരം ഫുഡ് വരുമ്പോൾ നമ്മളുടെ ഗട്ടിൽ ലീക്കി ഗട്ട് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളും കൂടെ, അതായത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കുക. പിന്നെ ഉള്ളത് സോഡിയം പൊട്ടാസ്യം ബാലൻസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഒരു 1:3 or 1:4 കൊണ്ടുവരിക. omega-3/6 ബാലൻസ് 1:1 വരുന്ന പോലെയുള്ളൊരു ഡയറ്റ്, ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്. പിന്നെ എപ്പോഴും നമ്മൾ കളർ, പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ എല്ലാം ഇല്ലാത്ത ഒരു ക്ലീൻ ഫുഡ് ആയിരുന്നതാണ് എപ്പോഴും നമ്മൾ ബ്രെയിൻ പ്രോബ്ലംസുമായിട്ടുള്ളവർക്ക് ഐഡിയലി എടുക്കേണ്ടത്. നമ്മൾ ഇതുവരെ പറഞ്ഞൊന്ന് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂറോപ്പതി ആകാം, ചിലപ്പം സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ആകാം, ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന ഇതൊക്കെയാണല്ലോ വരുന്നത്. അതിപ്പോൾ ഇൻറ്റസ്റ്റൈനിനെ ഇൻറ്റസ്റ്റൈനൽ നെർവ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ഒക്കെ വരുന്നത്. നമ്മളുടെ ഈ നമ്മൾ നെർവ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മളുടെ ഒരു എൻഡറിക് നെർവ് സിസ്റ്റം, അപ്പം അങ്ങനെ ഒരു നമ്മുടെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ അതിൽ തന്നെ സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഉണ്ട്, പിന്നെ മോട്ടോർ ആൻഡ് സെൻസറി, നമ്മുടെ സെൻസേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്കെൽറ്റൽ മസിലേക്ക്. ഇതുകൂടാതെ ഇൻറ്റസ്റ്റൈനിലും ഒരു എൻഡറിക് നെർവ് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. ഇവർക്കെല്ലാം അപ്പം പലപ്പോഴും ഈ എൻഡറിക് നെർവ് സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും പല വിധത്തിലുള്ള ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഗ്യാസ് കെട്ടുക, കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ വരുന്നത്. പിന്നെ ബ്രെയിനിലെ ഇൻഫ്ലമേഷനും ബ്രെയിനിലെ സെൽസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും സൈക്യാട്രിക് പ്രോബ്ലംസ് വരുന്നത്. പിന്നെ ന്യൂറോപ്പതി, നമ്മളുടെ സെൻസേഷൻ കുറയുന്നതാണല്ലോ. ഇപ്പോൾ ഡയബറ്റിക് ഷുഗർ കൂടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇൻസുലിൻ കൂടുന്നതുകൊണ്ട്
നെർവ് സെൽസിന് ഡാമേജ് വരുന്നതുകൊണ്ടാണല്ലോ ഡയബറ്റിക് ന്യൂറോപ്പതി വന്ന് കാല് മുറിച്ച് കളയുക അല്ലെങ്കിൽ ആംപുട്ടേഷൻ പോലെയുള്ളതൊക്കെ വേണ്ടി വരുന്നത്, സെൻസേഷൻ കുറഞ്ഞു പോകുന്നത്. പിന്നെ ഈ തരിപ്പ്, പുകച്ചിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വരുന്നത് ഈ നെർവ്സിന് വരുന്ന ഡാമേജാണ്. അപ്പം ഏതിലാണേലും ഇപ്പം ഒരു കാരണം കൊണ്ടാണ് ഈ നെർവ്സ് ഡാമേജ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഡയബറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ വേണം. അതിൻ്റെ ഒപ്പം തന്നെ വേണ്ടി വരുന്നതാണ് ഈ നെർവ്സിൻ്റെ ഫങ്ഷനിങ്ങിനെ സ്മൂത്തനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഈ നമ്മളുടെ ഭക്ഷണത്തിലെ സോഡിയം പൊട്ടാസ്യം കറക്റ്റ് ചെയ്യുക, ഒമേഗ 3യും 6ഉം കറക്റ്റ് ചെയ്യുക, ബോഡിയിൽ എക്സസ് ഉള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ പോവുക, കളയുക, അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പം ഡെഫിനറ്റ്ലി എല്ലാവരും ഒരു ചോദ്യം ചോദിക്കും, എങ്ങനെയാണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ഒക്കെ കറക്റ്റാണോ ബ്രെയിനിനകത്തോടെ പോകുന്ന നെർവ്സിനകത്തോടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓരോ മിനിറ്റിലും അതൊന്നും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സോഡിയം പൊട്ടാസ്യം ഒക്കെ എങ്ങനെയും ബോഡി കറക്റ്റ് ചെയ്തുകൊണ്ട് വയ്ക്കാം. അപ്പോൾ സോഡിയം കൂടിപ്പോയെന്നും പറഞ്ഞ് നമുക്ക് ബ്ലഡ് എടുത്ത് നോക്കിയാൽ സോഡിയം ഇത്തിരി കൂടുതലൊന്നും ഉണ്ടാവില്ല. കാരണം ഹൈ സോഡിയം ബ്ലഡിലുള്ള ഒരു നിലയിൽ നമ്മുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ലോ ആയിപ്പോയാലും ചിലപ്പം പെട്ടെന്ന് തലകറക്കമൊക്കെ വരാം. അതുപോലെ പൊട്ടാസ്യം. അപ്പോൾ ഇതിലെല്ലാം ഒരു ബാലൻസിലാണ് ഇത് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ടെസ്റ്റുകൾ നോക്കിപ്പോലും നമുക്കറിയാൻ പറ്റില്ല. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമേ ഉള്ളൂ നമ്മുടെ ബോഡിക്കകത്തേക്ക് ചെല്ലാനുള്ളത്. നമ്മുടെ കഷ്ണത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിയിൽ അത് ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഇത് കറക്റ്റ് ചെയ്യുക, ഡേ ടു ഡേ ഉള്ളത് കറക്റ്റ് ചെയ്യുക, പിന്നെ ഏതെങ്കിലും എക്സസ് ബോഡി കിടപ്പുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടും കൂടെ ചെയ്യാം. എന്തും നമ്മളുടെ ബോഡിക്ക് ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ടോക്സിനാണ്. അപ്പം നമ്മളുടെ ബോഡിയിൽ ഒരു 15 ഇപ്പം അറൗണ്ട് ജെൻസിനാണെങ്കിൽ മാക്സിമം 15% ഫാറ്റേ വരാവുള്ളൂ, ലേഡീസിനാണെങ്കിൽ മാക്സിമം 25% ഫാറ്റേ വരാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മസിലും ബോണും ബ്ലഡും ഒക്കെ ആയിരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും രോഗമുള്ളവരെ കാണുന്ന, പ്രത്യേകിച്ച് ഈ സൈക്കാട്രിക് പേഷ്യൻസും എല്ലാവരും തന്നെ ഓവർ വെയ്റ്റും കൂടെ ആയിരിക്കും. അപ്പോൾ ഈ എക്സസ് ഉള്ളത് മുഴുവൻ ഫാറ്റാണ്. ഈ ഫാറ്റ് പ്രത്യേകിച്ച് അതിനകത്ത് നമ്മളുടെ ഇപ്പോഴത്തെ ജനറൽ ഫുഡിനകത്തുള്ളത് എല്ലാം ഒമേഗ 6 വെരി ഹൈയാണ്. ഈ കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന, അതുപോലെ തന്നെ ഓയിൽ, വെജിറ്റബിൾസ് ഓയിലെല്ലാം തന്നെ നമ്മളുടെ കുക്കിംഗ് ഓയിലായിട്ട് ഇടുന്ന വെജിറ്റബിൾ ഓയിൽസ് എല്ലാം തന്നെ വെരി ഹൈ ഇൻ ഒമേഗ 6 ആണ്. അപ്പം ഇതെല്ലാം നമ്മളുടെ ബ്രെയിനിൻ്റെ ബാലൻസും കൂടെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സോഡിയം കൂടി പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സോഡിയം പൊട്ടാസ്യം കറക്റ്റായിട്ട് വേണം. അപ്പം നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇഷ്ടം പോലെ സോഡിയം പൊട്ടാസ്യം ഉണ്ട്. പക്ഷേ നമ്മൾ അതെല്ലാം പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പം ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പൊട്ടാസ്യം ഉണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങിനെ മാറ്റി അതൊരു ചിപ്സാക്കി കഴിയുമ്പോഴേക്കും പൊട്ടാസ്യം എല്ലാം പോകും. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ തിളപ്പിച്ചൂറ്റി കഴിയുമ്പം നമ്മൾ ചോറാക്കി കഴിയുമ്പം നമ്മൾ ആ വെള്ളത്തിനകത്തേക്ക് ആ പൊട്ടാസ്യം എല്ലാം പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപ്പിട്ട് ടേസ്റ്റിയാക്കി നമ്മൾ കഴിക്കും. അപ്പം അതുപോലെ തന്നെ എന്ത് ഫ്രൈ ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറേ ഉപ്പും കൂടി ഇടും. അപ്പം ഈ സോഡിയത്തിൻ്റെ അളവ് ഒത്തിരി കൂടുകയും ചെയ്യും, പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. ഇത് നമ്മളുടെ ബ്രെയിനിൻ്റെ ബാലൻസ് തെറ്റിക്കും. നമുക്കറിയാം ഇപ്പോൾ ഉപ്പ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സൈക്കാട്രിക് പ്രോബ്ലംസ് വരാമെന്നുള്ളത് ഈ കടലിലൊക്കെ പോകുന്നവർക്കറിയാം. കടലിൽ വല്ല വെള്ളമൊക്കെ കിട്ടാതെ വരുവാണെങ്കിലും അവരൊരു കാരണവശാലും കടലിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ആ വെള്ളം എടുത്ത് കുടിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ബാലൻസ് പോകും. അതിനകത്ത് ഉപ്പ് കൂടുതലല്ലേ. ഉപ്പ് കൂടുതലുള്ളത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെർവ് സിസ്റ്റത്തിൻ്റെ ബാലൻസ് പോകും. അതാണ് ഒരു ഇത് വരുന്നത്. പിന്നെ ഈ ഇങ്ങനത്തെ സൈക്കാട്രിക് ഡിസീസോ ഓർ എനി നെർവ് സിസ്റ്റം ഡിസോർഡേഴ്സ്, സ്ട്രെസ്സും ഇങ്ങനെയൊക്കെ ഉള്ളവരും പിന്നെ ഈ ഫുഡ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നമ്മളുടെ ഉറക്കമാണ്. നമ്മളുടെ ഈ ബ്രെയിനിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ, ഗ്ലയൽ സെൽസ് എന്നൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ ഡാമേജും ഇതൊക്കെ റിപ്പയർ ചെയ്യുന്ന സമയം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പം നമുക്ക് ആ ഉറക്കം കുറഞ്ഞു പോയാലും നമ്മൾക്ക് സ്ട്രെസ്സും മറ്റ് പ്രോബ്ലംസിലേക്കും പോകുന്നുള്ളതാണ്. പിന്നെ ഈ സോഡിയം പൊട്ടാസ്യം അല്ലാതെ വേറൊരു ന്യൂട്രിയൻറ്റും കൂടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിൽ. ദറ്റ് ഈസ് മഗ്നീഷ്യം. ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിനെ ക്വയറ്റൻ ചെയ്യുന്നതാണ്. അപ്പം ചില കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിലെപ്സിക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ്, അതായത് കൺവൾഷൻസ് വരുമ്പം ഒന്നുകൊണ്ടും ഒരു മരുന്ന് കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പം വേറെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ്.
അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ലേഡീസിലൊക്കെ പ്രഷർ കൂടിയിട്ട് ഒരു എക്ലാംസിയ എന്ന് പറഞ്ഞ് പ്രഗ്നൻസിയിൽ വരുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിലൊക്കെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴേക്ക് എക്ലാംസിയ, അതായത് എക്ലാംസിയ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫിറ്റ്സ് വരുന്നതാണ്. ആ ഫിറ്റ്സ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മഗ്നീഷ്യമാണ്. അപ്പോൾ അത് അല്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ യൂസേജ് വരുന്നുണ്ട്. അതായത് നെർവ്സിനെയും മസിൽസിനെയും കോയറ്റൻ ചെയ്യാനുള്ള. അപ്പോൾ മഗ്നീഷ്യം കൂടുതലുള്ള ഭക്ഷണം ആവശ്യത്തിൽ, കൂടുതലെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിന് വേണം. അപ്പോൾ ഫുഡിൽ എന്തിലാണ് മഗ്നീഷ്യം കൂടുതലുള്ളത്? ഫുഡിൽ ലീഫി വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിളുകൾ. ഇപ്പം നമ്മളുടെ ഹീമോഗ്ലോബിൻ, നമ്മളുടെ ഈ ഓക്സിജൻ കാരിയറായിട്ടുള്ളതുണ്ടല്ലോ, അതുണ്ടാക്കാൻ അയൺ വേണമെന്ന് നമുക്കെല്ലാം അറിയാം. എന്ന് പറഞ്ഞ പോലെ ക്ലോറോഫിൽ ഉണ്ടാക്കാൻ, ഈ പച്ച ചെടികൾക്കൊക്കെ നിറം കൊടുക്കുന്നത് ക്ലോറോഫില്ലാണല്ലോ. ഈ ക്ലോറോഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് ചെടിക്ക് വേണ്ടത് മഗ്നീഷ്യമാണ്. അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് കിട്ടണമെങ്കിൽ, മഗ്നീഷ്യം കിട്ടണമെങ്കിൽ ലീഫി വെജിറ്റബിൾ, ഇലക്കറികൾ കൂടുതൽ കഴിക്കുക. പിന്നെ പൊട്ടാസ്യം കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും എന്തിലും ഉണ്ട്. പയറുവർഗ്ഗങ്ങളിലൊക്കെ നന്നായിട്ട് പൊട്ടാസ്യം ഉണ്ട്. പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികളിലും പൊട്ടാസ്യം ഉണ്ട്. അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൽ, ഇതൊക്കെയാണ് പൊട്ടാസ്യം കൂടുതൽ വരുന്നത്. അപ്പോൾ കൂടുതൽ ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ഇതൊക്കെ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് മറ്റേ എന്ത് ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ളവരാണേലും ഒന്ന് ചെയ്യേണ്ടത്. പിന്നെ നട്ട്സ് പോലെയുള്ളതും ഓയിലും കുക്കിംഗ് ഓയിലും കൺട്രോൾ ചെയ്യുക. പ്രത്യേകിച്ച് അതിനകത്ത് omega-6 ഇല്ലാത്തതും അതേസമയത്ത് omega-3 കൂടുതലുള്ള ഭക്ഷണമാണ്. പിന്നെ നമുക്ക് omega-3 കൂടുതലുള്ളത് വളരെ കുറവാണ്. ആകെ ഈ ലീഫി വെജിറ്റബിൾസിൽ കുറച്ചുണ്ടാവും. പിന്നെ ചാള, സാൽമൺ, അത്തരം ഫിഷിലുണ്ടാവും. പിന്നെ നമ്മൾ ഡേ ടു ഡേ കഴിക്കുന്ന ഇതിലാണെങ്കിൽ നമ്മൾ ഉലുവ, കടുക്, പിന്നെ നമ്മളുടെ കടല, ഉഴുന്ന്, ഇങ്ങനത്തെ സാധനങ്ങളിലാണ് കുറച്ചെങ്കിലും omega-3 വരുന്നത്. omega-3 കൂട്ടാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് omega-6, അതുപോലെ ചില സീഡ്സിലുണ്ട് omega-3 കൂടുതൽ. പക്ഷേ omega-3 ഒത്തിരി, ഇപ്പോൾ ഫ്ലാക്സ് സീഡൊക്കെ omega-3 കൂടുതലുള്ളതാണെങ്കിലും അത് നമ്മൾ കൂടുതൽ കഴിച്ചാൽ അതിനൊപ്പം തന്നെ ചില ന്യൂട്രിയൻസും കൂടെ ചെന്നില്ലെങ്കിൽ ഈ omega-3 വെരി ഫ്രജൈൽ ഓയിലാണ്. അപ്പോൾ അതിന് ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ വേണം. അപ്പോൾ പ്രോപ്പർ അല്ലാതെ നമ്മൾ കുറേ omega-3 എടുത്ത് കഴിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ്, മറ്റ് ന്യൂട്രിയൻസ് കിട്ടാതെ വന്നാൽ അത് വീണ്ടും ഡാമേജിങ് ചെയ്യും. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി നമ്മൾ ഓയിലിൻ്റെ അളവ് തന്നെ, മൊത്തത്തിൽ അളവ് തന്നെ കുറച്ച് കറക്റ്റ് ചെയ്യുകയും കൂടെയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും പല രോഗങ്ങളും കുറേയധികം മരുന്നും ഒക്കെ കഴിക്കുന്നതൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളേ ഉള്ളെങ്കിൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കൺട്രോൾ കറക്റ്റായി ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ ചിലർക്ക് പല രോഗങ്ങളും, പ്രത്യേകിച്ച് ന്യൂറോപ്പതിയും, ഓട്ടോഇമ്മ്യൂൺ ന്യൂറോപ്പതിയും, സെൻസറി ന്യൂറോപ്പതിയും, മോട്ടോ ന്യൂറോപ്പതിയും എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാകും. അതിൻ്റെ കൂടെ ഡയബറ്റീസും, ഹൈപ്പർ ടെൻഷനും, കുറേ മരുന്നുകളും എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഓർ ഇവൻ സൈക്യാട്രി, അതിനൊപ്പം തന്നെ സൈക്യാട്രിക് മെഡിസിൻസ് എല്ലാം കൂടെ കഴിക്കുമ്പം സെൽഫായിട്ട് ഈ ഡയറ്റെല്ലാം നോക്കി ഇതെല്ലാം, ഈ ന്യൂട്രിയൻസ് എല്ലാം ഇത്ര അളവിലുണ്ടെന്നൊന്നും ഉറപ്പിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. അത് സീരിയസ്ലി നമുക്ക് പ്രോബ്ലം ഉള്ളവർക്കാണ്, നമുക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസും ഒക്കെ ഫേസ് ചെയ്യുന്നവർക്കാണ്. ജനറലി നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത്, വേറെ രോഗങ്ങളൊന്നുമില്ല, ബ്രെയിനിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. കുറച്ച് ഇറിറ്റബിലിറ്റിയും അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഫുഡൊക്കെ നോക്കി സോഡിയം കുറച്ച്, പൊട്ടാസ്യം കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് അപ്പുറത്തേക്ക് മറ്റ് മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളപ്പോഴാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാൻ സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിന് ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും
റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശ ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ ഡയറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെ ഡയറ്ററി മോഡുലേഷൻ കൊണ്ട് ഈ മാനസിക രോഗങ്ങളോ അല്ലെങ്കിൽ ന്യൂറോപ്പതിയോ പോലെയുള്ള ബ്രെയിനിനെ അല്ലെങ്കിൽ നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ പലപ്പോഴും സൈക്കാട്രിക് ഡിസീസ് അല്ലെങ്കിൽ ന്യൂറോപ്പതി ഇതൊക്കെ വരുന്നവരാണ് കൂടുതലും വരുന്നത്. അപ്പം പലർക്കും ഇത് മാത്രമാവില്ല, എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും കാണാറുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നെർവ്സിൻ്റെ വരുന്നത് ന്യൂറോപ്പതിയൊക്കെ വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ അത് കണ്ണിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചെവി എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, കാലിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, കൈ ഫോക്കച്ചിൽ ഇപ്പം ഗ്ലൗ ആൻഡ് സോക്സ് ന്യൂറോപ്പതി എന്നാണല്ലോ നമ്മുടെ ഡയബറ്റീസിൻ്റെ ന്യൂറോപ്പതിക്ക് തന്നെ പറയുന്നത്. അപ്പോൾ ഇത്തരം പേഷ്യൻസിന് പലപ്പോഴും ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് പലപ്പോഴും ചെറിയ ചെറിയ ഒരു സൈലൻ്റ് അറ്റാക്സ് സൈലൻ്റ് അറ്റാക്ക് ഓഫ് ദ ബ്രെയിൻ, അതായത് സൈലൻ്റ് സ്ട്രോക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ പലപ്പോഴും നമ്മുടെ ബ്രെയിനൊക്കെ ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം ഇത്തരം പേഷ്യൻസിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡയബറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്, ഷുഗർ കൺട്രോൾ ആകുന്നതോടുകൂടി പലപ്പോഴും നമ്മളുടെ നെർവ്സിൻ്റെ ഫങ്ഷനൊക്കെ കുറേ ഇപ്പോൾ പുകച്ചിൽ, പെരിപ്പ് അങ്ങനത്തെയൊക്കെ മിക്കവാറും പേരുടെ മാറും എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഫാസ്റ്റ് റിലീഫ് തന്നെ വരുന്നുണ്ട്. 1-2 ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങനെ തലചുറ്റൽ, പിന്നെ ഈ ടിനിറ്റസ്, ചെവിയുടെ സംബന്ധിച്ചുള്ള നെർവ് ഡാമേജ് വന്നിരിക്കുന്നതിൻ്റെ പേരിൽ മൂളക്കവും അതുപോലെ കേൾവിക്കുറവും അങ്ങനെയുള്ളവർക്കും ബെനിഫിറ്റ് വരുന്നുണ്ട്. ഈവൻ ഇതിൻ്റെ റെറ്റിനോപ്പതിയുടെയൊക്കെ തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റെറ്റിനോപ്പതി തീരെ കാഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ എന്നാലും വളരെ ഇങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി നടക്കാൻ തന്നെ കാഴ്ചയില്ലാത്തതുകൊണ്ട് സപ്പോർട്ടൊക്കെ ആയിട്ട് വരുന്നവർക്കും
പലർക്കും അത്യാവശ്യം മാനേജ് ചെയ്യാനുള്ള നിലയിലേക്ക് എത്തുന്നത്. അതായത് അത് രക്തക്കുഴലുകൾക്ക് ഡാമേജ് ചെയ്ത് വെച്ചിട്ട്, ഈ ഡയബറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് നെർവ്സിന് ബ്ലഡ് കിട്ടാതെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് വളരെ നല്ല റിസൾട്ടാണ് ഈ തരിപ്പും പെരുപ്പും ഒക്കെ ഉള്ളവർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. മിക്കവാറും ഈ ചെരുപ്പൊക്കെ അറിയാതെ ഊരിപ്പോകുന്ന സ്പെഷ്യൽ ചെരുപ്പൊക്കെ ഡയബറ്റീസ് ഇട്ട് നടക്കേണ്ടി വരുന്നവർക്കൊക്കെ സാധാരണ ഇതിലേക്ക് മാറാനും, ഈവൻ അൾസറിന് കാരണം ഈ വാസ്കുലോപ്പതി, ന്യൂറോപ്പതി ആണല്ലോ ഡയബറ്റീസിൽ. അപ്പം അതൊക്കെ വന്ന് ഹീൽ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമായിട്ട് അതിൻ്റെ ബേസിക്കലി അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് ഷുഗർ കൺട്രോളിനാണ്. ഷുഗർ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഷുഗർ കൊണ്ട് വരുന്ന ന്യൂറോപ്പതി മാറുള്ളൂ. അപ്പം ഈ ഡയബറ്റിക് പേഷ്യൻസിന് തന്നെ അൾഷിമേഴ്സ് ഡിസീസും ഓർമ്മക്കുറവും ഒക്കെ വരുന്നവർ ഒത്തിരി പേരുണ്ട്. ചിലരൊക്കെ ഇച്ചിരി പ്രായമായവരും മൾട്ടിപ്പിൾ മരുന്നുകളായിരിക്കും കഴിക്കുന്നത്. അപ്പോഴേക്കും അവർക്ക് ഇറിറ്റബിലിറ്റിയും അതുപോലെ ആങ്സൈറ്റിയൊക്കെ കണ്ട് സൈക്കാട്രിക് മെഡിസിൻസും കൊടുത്തിട്ടുണ്ടാകും. അപ്പം പലപ്പോഴും ഇച്ചിരി പ്രായമായവർ ഉറക്കിക്കിടത്താൻ വേണ്ടിയിട്ട് ഉറക്ക ഗുളികയും എല്ലാം കൂടെ ആകെ പലപ്പോഴും ഒരു മെസ്സായിരിക്കും പല പേഷ്യൻസും. അപ്പം യൂഷ്വലി നമ്മൾ ഈ മരുന്നുകളെല്ലാം കുറച്ച് ചിലരുടെ ശരിക്കും നന്നായിട്ട് ഇത് പോയി അൾഷിമേഴ്സ് ഡിസീസ് എന്നുള്ള ഒരു നിലയിൽ വരുന്നവർക്ക് പോലും കൺസിഡർ ചെയ്യുന്ന, പക്ഷേ അവർക്ക് സൈക്കാട്രിക് മെഡിസിൻസും അതും ഇതും എല്ലാം ഉള്ളവരും ഷുഗർ കൺട്രോൾ അല്ലാത്തവരും ഒക്കെ നമുക്ക് പലരും ഉണ്ട്. അത് നോർമലായി അവർക്കൊരു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുന്നത് പോലെയുള്ള ഇത് വളരെ കോമൺ ആയിട്ട് തന്നെ കാണാം. ഡയബറ്റീസിൻ്റെയാണ് തീരെ എൻഡ് സ്റ്റേജ് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നത്. പിന്നെ പലതും ഉണ്ട്. എപ്പിലെപ്സിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പിലെപ്സിക്ക് മരുന്ന് പലപ്പോഴും ഉണ്ട്. ചിലപ്പം ചിലരുടെയൊക്കെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴെങ്കിലും ഒരു സ്ട്രോക്ക് വന്നപ്പം അവർക്ക് എപ്പിലെപ്സിയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കോമൺ കാർബമിസിപ്പിൻ അങ്ങനത്തെ കുറച്ച് മരുന്നുകളുണ്ട്, അതിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞ് ഈ കണ്ടീഷനിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞ് അപ്പോൾ ഒരു ബ്രെയിൻ ഡാമേജ് വന്ന്, ഒരു സ്ട്രോക്ക് വന്ന്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്ന്, ഒരു ക്ലോട്ട് വന്നൊക്കെ കഴിയുമ്പം അത് പിന്നെയും അങ്ങനെ കണ്ടിന്യൂസ്ലി ആ മരുന്ന് ഇങ്ങനെ എപ്പിലെപ്സിയുടെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർ ഉണ്ട്. ഒരു വിഭാഗം അങ്ങനെയുള്ളതാണ്. വേറൊരു വിഭാഗം ഒരിക്കലും എപ്പിലെപ്സിക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും എപ്പിലെപ്സിക്ക് പേടിയാണല്ലോ മരുന്ന് നിർത്താൻ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ നമ്മൾ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന്, അപ്പോൾ ചിലർക്കുണ്ട് മരുന്ന് നിർത്താൻ എളുപ്പമാണ്. അങ്ങനെയുള്ളവർക്കെന്ന് വെച്ചാൽ ഈ പ്രിമോണിറ്ററി സിംറ്റംസ് എന്ന് പറയും. അതായത് ഇപ്പം അവർക്കറിയാം എപ്പിലെപ്സി വരാൻ പോകും, അവർക്ക് ഇറിറ്റബിലിറ്റിയും അങ്ങനത്തെയൊക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ആ സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആ കറക്റ്റായിട്ടുള്ള സോൾട്ട് ബാലൻസ് കിട്ടുന്ന പോലെയുള്ള ഫുഡൊക്കെ എടുക്കുക. പിന്നെ ട്രിഗർ വരാത്ത പോലെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ എല്ലാം നോക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും വരുമ്പം ഒരു സാഹചര്യം ഉണ്ടായി ഒരു പ്രിമോണിറ്ററി സിംറ്റംസ് വല്ലതും വന്നു കഴിഞ്ഞാൽ മാത്രം എപ്പിലെപ്സിയുടെ മരുന്ന്. അത് ചിലപ്പോൾ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് അറിയാം ഹീസ് അറൗണ്ട് 65 ആ ഏജാണ്, വരാൻ പോവുക എന്നുള്ളത് അറിയാം. അപ്പം പലപ്പോഴും വരുന്നത് എപ്പോഴാണ് ഉറക്കം നിൽക്കുമോ ഇറിറ്റബിൾ ആവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മളുടെ ഞാൻ ഈ പറഞ്ഞ സോഡിയം പൊട്ടാസ്യം ആണല്ലോ ഈ കൺട്രോളെല്ലാം നടത്തുന്നത്. അതുപോലെ ചിലർക്കുണ്ട് ഇറിറ്റബിലിറ്റിയൊക്കെ. ഈ സൈക്കാട്രിക് പേഷ്യൻസിന് പ്രത്യേകിച്ച് ഈ നട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബാലൻസ് പോകുന്നുള്ളത് വെരി ക്ലിയറാണ്. അപ്പം അത് അങ്ങനത്തെ, അതായത് നമ്മൾ ഈ പേഷ്യൻസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഫുഡിൻ്റെ ചാർട്ടും ഒക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ അവരെന്ത് കഴിച്ചിട്ടാണ് അവർക്കത് വന്നതെന്ന് നമുക്കറിയാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആകാം, അല്ലെങ്കിൽ ഓയിലി വന്ന വ്യത്യാസമാകാം, അല്ലെങ്കിൽ നട്ട്സ് കഴിച്ചതിൻ്റെ ആവാം, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഉള്ള ഫുഡ് കഴിച്ചതിൻ്റെ ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ നമ്മളത് കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ ഡയറ്റും എക്സസൈസും എല്ലാം അതുപോലെ സ്ലീപ്പും എല്ലാം കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വരുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള, പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയ പോലെയുള്ളവർക്ക് പോലും ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. 4-5 മരുന്ന് കഴിച്ചാലും സ്കിസോഫ്രീനിയ ഉള്ളവർക്ക് നമുക്ക് ഈ ഓഡിറ്ററി ഹലൂസിനേഷൻസ് വരും. ഈ അതുപോലെ ഓഡിറ്ററി മാത്രമല്ല, ശരിക്കും ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഞാൻ ഓർക്കുന്ന അവർക്ക് പൊങ്ങിപ്പോകുന്ന പോലെ തോന്നും. അതായത് ശരിക്കും പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു സെൻസേഷൻ ഉണ്ട് നമ്മുടെ ജോയിൻസിനൊക്കെ, അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കിങ്ങനെ അവർ പറയുന്നത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് വരിക, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ കുറേ സൈക്കാട്രിക് മെഡിസിൻസ് എല്ലാം എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ ഓഡിറ്ററി ഹലൂസിനേഷനും ഒക്കെ ഉണ്ട്. ഈ പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിതിൻ 1 or 2 വീക്സ് തന്നെ ഓഡിറ്ററി ഹലൂസിനേഷൻ കുറഞ്ഞു, ഈവൻ മരുന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നു എന്നുള്ളതാണ്.
പിന്നെ ഇങ്ങനെ ഈ പൊങ്ങിപ്പോകുന്നു എന്നുള്ള തോന്നലുകൾ കുറഞ്ഞു വരുന്നു. അപ്പം ബേസിക്കലി ഈ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലരും വില്ലിങ് ആവില്ല നോക്കാനായിട്ട്. ചില കുട്ടികളൊക്കെ നമ്മൾ ഈ പിള്ളേർക്കൊക്കെ സ്ട്രെസ്സ് വരുന്നത് 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷാ സമയത്താണല്ലോ. അപ്പോഴേക്കും അവരുടെ പഠിത്തം ശരിയാകുന്നില്ല, പരീക്ഷ പേടി വരുന്നു. അങ്ങനെയുള്ള കുട്ടികളുടേതും ചിലപ്പോൾ കാരണം അവർക്ക് പിന്നെ ഉള്ളത് സൈക്കാട്രിക് മെഡിസിൻസാണ്. ഈ കൗൺസിലിങ്ങും പിന്നെ മെഡിസിൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ നമ്മൾ ഈ സപ്പോർട്ടോടുകൂടി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അങ്ങനെ കുട്ടികൾ വരുന്നവർക്കാണേലും മച്ച് ബെറ്റർ പെർഫോമൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷേ പേരൻസും കുട്ടിയും അതുപോലെ കറക്റ്റായിട്ട് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ഇത് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പോലെ ഫുഡ് കഴിക്കുകയും പറയുന്ന പോലെ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ ഈ നമുക്ക് ന്യൂറോളജിക്കലും സൈക്കാട്രിക്കും ഒക്കെ ഉള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതിനെടുക്കാനുള്ള ഒരു മാനസിക നില ഉണ്ടോ എന്നുള്ളതാണ്. ബാലൻസ് ഒരു അക്യൂട്ട് സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻ ആയിരിക്കുമ്പോൾ ഇതൊന്നും പ്രാക്ടിക്കലല്ല. പേഷ്യൻ്റ് ഇതായിരിക്കണം, പേഷ്യൻറ്റിന് ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനും സ്വയം കേപ്പബിൾ ആകാൻ പറ്റുന്നവർ അല്ലെങ്കിൽ വയലൻ്റ് ആയിരിക്കുന്നവരോ ഒന്നും നമുക്കിത് പറ്റില്ല. പിന്നെ അതുപോലെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. പ്രത്യേകിച്ച് കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും, കാരണം മനസ്സിൻ്റെതാണല്ലോ. അപ്പോൾ നമുക്ക് സപ്പോർട്ട് വേണം, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും നമുക്ക് വളരെ മൾട്ടിപ്പിൾ പേഷ്യൻസ് ന്യൂറോപ്പതിക്ക് പിന്നെ വേറെ നമുക്ക് സോഷ്യൽ സ്റ്റിഗ്മയില്ല. ഡയബറ്റിക് ന്യൂറോപ്പതിയൊക്കെ ഡയബറ്റീസ് പോകുന്നോടം വരെ നമുക്ക് നന്നായിട്ട് തന്നെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എത്ര റിപ്പയർ പോസിബിൾ ആവണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എത്ര ഡാമേജ് വന്നു, എത്ര റിപ്പയറബിൾ നിലയിലാണെന്നുള്ളതാണ്. ഇപ്പം മറ്റേ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ആണെങ്കിൽ ബേസിക്കലി ഇപ്പം ലേറ്റസ്റ്റ് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഈ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഈവൻ സ്കിസോഫ്രീനിയ. അതിനിപ്പം ചില സ്റ്റഡീസ് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ആർത്രൈറ്റിസിന് കൊടുക്കുന്ന ഒരു ക്യാൻസറിനൊക്കെ കൊടുക്കുന്ന ഒരു മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട്. സ്കിസോഫ്രീനിയ പേഷ്യൻസിന് ഈ മെത്തോട്രെക്സേറ്റ് കൊടുത്ത് അവർക്ക് ആ സൈക്കാട്രിക് സിംറ്റംസ് കുറയുന്നു എന്നും പറഞ്ഞ് ഉള്ള സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല ബേസിക്കലി ഇത് നമ്മളുടെ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻ എല്ലാം ബ്രെയിനിന് ഒരു ഇത് വരുമ്പോഴേ, ഈവൻ തലവേദന വരുന്നത് തന്നെ നമുക്ക് ബ്രെയിനൊരു ഇൻഫ്ലമേഷൻ അവിടെ നീർക്കിട്ട് വരുമ്പോഴാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കും ഈവൻ തലവേദനയ്ക്ക്, നമ്മൾ തലവേദനയുടെ കാര്യം ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്ന ഈ സ്ട്രോങ് മെഡിസിൻസൊക്കെ ആഴ്ച 3-4 പ്രാവശ്യം കഴിക്കേണ്ടവർക്കും ഒക്കെ നമ്മൾ ഈ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ തലവേദനയാണെങ്കിലും സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ആണെങ്കിലും പെരിഫറൽ ന്യൂറോപ്പതി ആണെങ്കിലും വെർട്ടിഗോ ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്, പ്രൊവൈഡഡ് പേഷ്യൻ്റ് അതനുസരിച്ച് നോക്കാനും കൂടെ വില്ലിങ് ആവണമെന്ന് മാത്രം. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമായി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും ഉള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.